ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് വീഡിയോ ഒരു ഡ്രീം ക്യാച്ചർ ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ഇത്രയൊക്കെ മെറ്റീരിയൽസ് ആണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്റ്റീൽ റിങ് എടുക്കാം. ഈ റിങ്ങിൽ നൂല് ചുറ്റിയെടുക്കണം. ഞാനപ്പോൾ ഇവിടെ എംബ്രോയ്ഡറി ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഏത് ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വൂളൻ ത്രെഡോ അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള ഒരു ത്രെഡ് എടുക്കാൻ ശ്രദ്ധിക്കുക. ആ ഒരു ത്രെഡ് എടുത്തിട്ട് നമുക്ക് ചുറ്റിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 ടൈപ്പിൽ എടുത്തിട്ടുണ്ട്. കാരണം ജസ്റ്റ് 2 കളറൊന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2 കളറിലെ ത്രെഡ് എടുത്തുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ ചുറ്റിയെടുത്താൽ മതി. ആദ്യം ഒരു കടുങ്കെട്ട് ഇട്ടിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ കടുങ്കെട്ട് ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ അറ്റമൊന്നും കട്ട് ചെയ്ത് കളയണ്ട. അത് നമുക്ക് ചുറ്റിയെടുക്കുന്നതിൻ്റെ അടിയിലേക്ക് തന്നെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യമായിട്ട് ഇത് ഉണ്ടാക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ റിങ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വളയുണ്ടല്ലോ, വള ഇങ്ങനെ റിങ് പോലെ തന്നെ അല്ലേ ഇരിക്കുന്നത്. അപ്പോൾ വളയിൽ വേണമെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ അങ്ങനെ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയത് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏത് കളറിലെ ഫെദറാണോ അതിന് മാച്ചായിട്ട് നിൽക്കുന്ന ത്രെഡും അതുപോലെ ബീഡ്സൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ മുഴുവനായിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കാം. അപ്പോൾ ആ റിങ് മുഴുവൻ ഇങ്ങനെ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ത്രെഡ് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കുറച്ച് ഗ്ലൂ തേച്ചൊന്നും അത് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ റിങ് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റിങ്ങിൻ്റെ അകത്ത് സ്പേസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നൂല് വെച്ചിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പാറ്റേണിൽ നമുക്കിങ്ങനെ വെബ് പോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി കട്ടി കുറഞ്ഞിട്ടുള്ളൊരു ത്രെഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു സൂചിയിലേക്ക് കോർത്തെടുക്കാം. അങ്ങനെ സൂചിയിൽ കോർത്ത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് ലെങ്ത്തിൽ ഇങ്ങനെ നൂല് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരറ്റം ആ റിങ്ങിൽ കെട്ടിയിട്ട് മറ്റേ അറ്റം നമ്മൾ ഫ്രീ ആയിട്ട് ഇടുകയാണ്. അതൊന്നും കെട്ടി വെക്കുകയൊന്നും വേണ്ട. ഒരറ്റം മാത്രം എടുത്തിട്ട് റിങ്ങിൽ കെട്ടി വെക്കാം. ഇതിങ്ങനെ ടൈ ചെയ്ത് വെച്ചിട്ട് ബാക്കി നിൽക്കുന്ന ത്രെഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് അത് കുറച്ച് ഗ്ലൂ തേച്ചൊന്ന് സെക്യൂർ ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അഴിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ 2 ടൈപ്പിലെ ഗ്ലൂ എടുത്തു. പക്ഷേ നമ്മുടെ സാധാരണ ഫെവിക്കോൾ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം മറ്റേ ഗ്ലൂ എൻ്റെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ നൂലിൻ്റെ മറ്റേ എൻ്റെ ഫ്രീ ആയിട്ട് ഇട്ടേക്കാണ് കേട്ടോ, അത് ശ്രദ്ധിക്കണേ. ഇതിപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേണാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആവും കേട്ടോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ പോയിന്റിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഈ നൂല് ഇതേപോലെ കോർത്തെടുക്കാം. എന്നിട്ട് അവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ച് കൈ അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അടുത്ത സെയിം ഡിസ്റ്റൻസ് തന്നെ ഇട്ടിട്ട് പിന്നെയും നൂലിങ്ങനെ കോർത്തെടുക്കുക. ഈ ഒരു സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നിന്ന് എൻഡ് ചെയ്യുന്നത് വരെ ഇങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് വരുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ പോയിന്റിൽ തന്നെ എത്തും കേട്ടോ. കണ്ടോ, ഇങ്ങനെ അവിടെ തന്നെ വന്നിട്ട് അവിടെ നമ്മൾ ലോക്ക് ചെയ്ത് പിടിച്ചു. എന്നിട്ട് ഇനി ഇപ്പോൾ ഒരു റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത റൗണ്ട് ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് ആ ഒരു നൂലിൻ്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിൽ കൂടി സൂചി ഇടുക. എന്നിട്ട് ഇപ്പുറത്തുകൂടി മുകളിലേക്ക് വലിക്കുക. അങ്ങനെ ഈ സെയിം പ്രോസസ്സ് തന്നെ ഇങ്ങനെ നമ്മൾ ചുറ്റും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളത് ചെയ്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു സ്പേസ് തീർന്ന് വരും. അങ്ങനെ സെൻറ്ററിലെത്തും. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ തന്നെ ഇങ്ങനെ ചെയ്തു പോയാൽ മതി. ഇത് ശരിക്കും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ ഈ ഡ്രീം ക്യാച്ചറൊക്കെ നമ്മുടെ ബെഡ്റൂമിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ട് നമ്മൾ രാത്രി അത് കണ്ടിട്ടൊക്കെ കിടന്നുറങ്ങുമല്ലോ. അപ്പോൾ അങ്ങനെ ഉറങ്ങിക്കഴിയുമ്പോൾ നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഈ ഡ്രീം ക്യാച്ചറിൻ്റെ. പിന്നെ ഒരു കഥയായിട്ട് ഇങ്ങനെ പറയുന്നത് അതാണ്. അപ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും നമുക്കിതിങ്ങനെ ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് മുറുക്കി പിടിച്ചിട്ട് തന്നെ ഓരോ തവണയും ആ നൂല് കോർത്തെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ അത് ലൂസായി പോകും. കണ്ടോ, ഇതിങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെറുതായി വരും അതിൻ്റെ സ്പേസിങ്. അപ്പോൾ നമുക്ക് ഇതുപോലെ സൂചി വെച്ചിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും ഈസി കേട്ടോ. ഇനി ഞാനിവിടെ കുറച്ച് ചെറിയ ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട്. അത് വേറെ ഒന്നല്ല, നമുക്ക് ഈ ഒരു സെയിം മെത്തേഡ് തന്നെ ഇങ്ങനെ ലൂപ്പ് ചെയ്ത് പോകാം. അതിൻ്റെ ഒപ്പം വേണമെങ്കിൽ കുറച്ച് മുത്തൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ഭംഗി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് മുത്തും കൂടി ഇങ്ങനെ കോർത്തിട്ടാണ് ഇനി അടുത്ത സെയിം മെത്തേഡ് അത് തന്നെയാണ്. അതിൻ്റെ കൂടെ മുത്തും കൂടി കോർത്തിട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, ഇങ്ങനെ മുത്ത് കോർക്കണമെന്നൊക്കെ ഉള്ളത്. അപ്പം ഇങ്ങനെയും ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്തേ ഉള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നല്ലൊരു ഹോം ഡെക്കറാണ് ഈ ഡ്രീം ക്യാച്ചർ. അപ്പോൾ ഇത് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാക്കി നോക്കുക.
പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ കാണാനായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് അക്കൗണ്ടും ഫോളോ ചെയ്യാം കേട്ടോ. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ നടുക്കും കൂടി ഒരു മുത്ത് കോർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് ലാസ്റ്റ് അതൊന്ന് കെട്ടിട്ടെടുത്താൽ മതി, നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ. എന്നിട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കുക. അപ്പോൾ അത് സെക്യൂർ ആയിട്ട് ഇരുന്നോളൂ. അപ്പോൾ ഇനി അടുത്ത പരിപാടി ഈ തൂവലൊക്കെ ഒന്ന് കോർത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ത്രെഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ആവശ്യമുള്ള ലെങ്ത്തിൽ ഇങ്ങനെ രണ്ടാക്കി മടക്കി പിടിക്കുക. എന്നിട്ട് നമ്മുടെ ആ റിങ്ങിലേക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അത് ഫിക്സ് ചെയ്യുന്നത് നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു മെത്തേഡിൽ ചെയ്താൽ മതി. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആകും. നമ്മൾ എടുക്കുന്ന ഫെതേഴ്സിൻ്റെ അതേ കളറിൽ തന്നെ ത്രെഡ് എടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ത്രെഡ് ഇങ്ങനെ വേറെ കളറാണെങ്കിൽ അതിങ്ങനെ എടുത്ത് കാണാൻ പറ്റും. എത്ര എണ്ണം വേണമെന്നൊക്കെ ഉള്ളത് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. ഞാനപ്പോൾ 5 എണ്ണം ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി അതിൽ ഒരെണ്ണം ശ്രദ്ധിച്ചാൽ ഒരെണ്ണത്തിൽ തന്നെ 2 സ്റ്റാൻഡ് വരുന്നുണ്ട്. അപ്പോൾ ഈ 2 എണ്ണത്തിലും മുത്ത് കോർത്തിട്ട് ഇങ്ങനെ തൂവൽ കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ മുത്തിനകത്താണ് നമ്മളുടെ തൂവൽ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു മുത്തെടുത്തിട്ട് ഒന്ന് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ആ മുത്തിൻ്റെ പുറത്തു കൂടി ഒരു കെട്ടിട്ട് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ ഒരു കെട്ടിടുക. എന്നിട്ട് ആ കെട്ടിപ്പോഴേ നമ്മളത് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയല്ല, അത് ലൂസാക്കി തന്നെ അവിടെ വെച്ചേക്കാം. എന്നിട്ട് നമ്മൾ ആവശ്യമുള്ള തൂവലൊക്കെ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടാണ് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും തൂവലെടുത്ത് വെക്കാം. അപ്പോൾ തൂവൽ എത്ര കൂടുതൽ വെക്കുന്നോ അത്രയും നല്ല തിക്നെസ്സിൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കും നമ്മുടെ ഡ്രീം ക്യാച്ചർ. അപ്പോൾ തൂവൽ ആവശ്യമുള്ളത് അത്രയും വെച്ചിട്ട് ഞാൻ നേരത്തെ ഇട്ടിരുന്ന കെട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ടൈറ്റ് ചെയ്തതിന് മുമ്പ് ആവശ്യത്തിന് കുറച്ച് ഫെവിക്കോളും കൂടി തേച്ചേക്കാം കേട്ടോ. അപ്പോൾ അത് ഡ്രൈ ആയി കഴിയുമ്പോൾ നല്ല ഫിക്സ് ആയിട്ട് അവിടെ ഇരുന്നോളും. ഇങ്ങനെ ആയിരിക്കും അത് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ലെയർ അതേപോലെ തന്നെ ഫുള്ള് ചെയ്യുക. എന്നിട്ട് താഴത്തേക്ക് നമുക്ക് ഇനി എത്ര ലെങ്ത്ത് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് താഴത്തേക്കും ഇതേപോലെ തന്നെ മുത്ത് കോർത്ത് നമ്മുടെ തൂവൽ ഇങ്ങനെ എടുത്ത് വെക്കാം. അപ്പോൾ അത് നമുക്ക് എത്ര ലെങ്ത്ത് വേണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഇഷ്ടത്തിന് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. എപ്പോഴും നമുക്ക് ഇതേപോലെ മുത്ത് കോർത്തിട്ട് നമ്മൾ അതിലാണ് തൂവൽ ഫിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രീം ക്യാച്ചർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ബാക്കി നിൽക്കുന്ന ആ ലെങ്ത്തിലെ ത്രെഡ് ഉണ്ടല്ലോ അതൊന്നും ഇങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. അപ്പം മുകളിലും കൂടി ഒരു ത്രെഡ് ഇങ്ങനെ കോർത്തെടുക്കുക. അപ്പോൾ നമുക്കത് എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Thank you.